കൃഷ്ണ, നീ എന്തേ ആലോചിച്ച് നിൽക്കുന്നേ? കട തുറക്കാനൊന്നും പറഞ്ഞു പോന്നിട്ട്. തുറക്കാന്നേ ഉള്ളൂ. അതിനകത്ത് ഡേറ്റ് കഴിഞ്ഞ കുറേ ടിക്കറ്റ് കാണും, അല്ലാതെ എന്താ. നന്നായി. ഇതൊക്കെ നിനക്ക് വീട്ടിലിരുന്ന് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. കടയിലേക്ക് ഇറങ്ങി പാതി വഴി നിന്നിട്ട് വേണോ ഇതൊക്കെ? ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കണം. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. തൽക്കാലം ടിക്കറ്റ് എടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. അത് നിനക്ക് ആവശ്യമുള്ളതല്ലേ? എടി, കാശ് ആർക്കും ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും വേണം. ഇപ്പോഴേ നിനക്കാണ് അത്യാവശ്യം, അതുകൊണ്ട് നീ എടുത്തോ. എന്നാ നമുക്ക് ആദ്യം കടയിൽ പോയിട്ട് എല്ലാം ഒന്ന് അടിച്ചു വാരിയിടാം. അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ പോയി ടിക്കറ്റ് വാങ്ങിക്കാം. ആയിക്കോട്ടെ, ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെയുണ്ട്. എന്റെ കൂടെ നടന്ന് നടന്ന് നിന്റെ പണി നന്നായിട്ട് മുടങ്ങുന്നുണ്ടല്ലേ? ഓ, അല്ലെങ്കിൽ ഞാൻ സിറ്റി പോയി ഫ്ലാറ്റ് വാങ്ങി കൂട്ടുമായിരുന്നല്ലോ. എടി, ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയുടെ കൂടെ കൂടിയപ്പോഴേ എനിക്കൊരു മനസമാധാനമുണ്ട്. ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ജീവിച്ചിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. അല്ലെങ്കിൽ എന്ത്? ഈ വലിയ ഭൂമിയുടെ പുറത്ത് ഒരു ഓട്ടോറിക്ഷക്കാരി മോളിക്കുട്ടി, അത്ര തന്നെ. സീതാര മേഡം വിളിച്ചിട്ട് ഗാഥയുടെ എന്ത് പ്രശ്നം പറഞ്ഞത്? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലേ? അല്ല, കാര്യം വ്യക്തമായില്ല എനിക്ക്. കാര്യം എന്താ വ്യക്തമാവാനുള്ളത്? അവര് നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവരുടെ മോൾ എന്തോ വൃത്തികേട് കാണിച്ചു, നവീനുമായുള്ള ബന്ധം വീണ്ടും കുളമായിന്ന. അയ്യോ, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ആരടി അവര്? നിന്നെ പ്രസവിച്ചതാണെന്ന് ഞാൻ സമ്മതിച്ചു, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്നെ ചതിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ. അവരുടെ മകള് ഗാഥയാണെങ്കിൽ നിന്നെ വെട്ടി എറിഞ്ഞു കൊടുത്താലേ ഉപ്പും മുളകും ചേർത്തങ്ങ് കഴിച്ചോളൂ. എന്നിട്ടും അവൾക്ക് ഗാഥയുടെ കാര്യം അറിയണം. പിന്നെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാൻ പെണ്ണേ, ഗാഥയെ നവീനും ഒന്നിച്ച് ഒരു കാലത്തും മര്യാദയ്ക്ക് ജീവിച്ചു പോവില്ല. ആ നവീൻ സാർ ഒരു പാവം. അങ്ങേരോട് ഗാഥയെ പോലൊരു തെറിച്ച സാധനത്തിന് കൊണ്ട് നടക്കാനേ ദൈവം കൽപ്പിക്കില്ല. അങ്ങേർക്ക് വിതച്ചതേ നീയാ. ആ ദേ തുടങ്ങി. നിന്നോട് ഞാൻ നവീന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനും നവീനെ കാണുമ്പോ പ്രേമിക്കാനും പറഞ്ഞോ? അല്ല, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ലാതെ പിന്നെ. ആ ദൈവം ഒരു തീരുമാനം എടുത്താ നീ നിഷേധിക്കോ? അയ്യോ, ദൈവനിഷേധത്തിനോ? ഞാനില്ല. എന്നാലേ കുറച്ചു നാള് കഴിയുമ്പോഴേ ആ ദൈവം ആ നവീന്റെ ചെവിക്ക് പിടിച്ചു പറയും, എടാ, നീ താലി കെട്ടിയ നിന്റെ പെണ്ണ് വേറൊരു സ്ഥലത്ത് നിൽക്കുക, അതുകൊണ്ട് പോയി അവളെ വിളിച്ചോണ്ട് വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നിട്ടേ വഴിയും കാണിച്ചു കൊടുക്കും. നവീനെ നിന്റെ മുന്നിൽ വരികയും ചെയ്യും. നിന്റെ സങ്കല്പം അനുസരിച്ചാണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. ദേ, നടക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് കൺമുമ്പിൽ എത്തുമ്പോഴേ നീ കണ്ടാ മതി. അതുവരെ ഈ ഭൂകമ്പവും ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിട്ട് കഴിയുമ്പോഴേ നിന്റെ കെട്ടിയവൻ നിന്നെ കാത്തു നിൽപ്പുണ്ടാവും. വാ, നീ വണ്ടിയിലോട്ട് കയറും. വാ.